നിന്റെ സ്വന്തം സഹോദരിയാണോ എന്ന് ആർക്കറിയാം? നിന്റെ അപ്പന്റെ ചോര. ഇനി അതിന്റെ പേരിലാണോ സീതാലക്ഷ്മിയുടെ ഭർത്താവ് ശിവസുബ്രഹ്മണ്യം തൂങ്ങിച്ചത്തതെന്നാ ഞാൻ ചിന്തിക്കുന്നെ. അപ്പച്ചി ചുമ്മാ ഓരോന്ന് പറഞ്ഞ് വീണ്ടും എന്നെ വട്ടിളക്കാൻ നോക്കണ്ട. ഇനി എന്താ ഇളകാന? നിന്റെ തലയുടെ ഞട്ടും ബോൾട്ടും ഒക്കെ ഇളകി കിടക്കുമല്ലേ അടിപ്പൊഞ്ഞു മോളെ. എന്തായാലും നിനക്ക് നിന്റെ അമ്മ മായാരഞ്ജിനിയുടെ ആത്മാവ് വഴി കാണിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നീ ചൂട് കാപ്പിയും കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നു. ചൂട് വാർത്തയും കൊണ്ടേ ചാരം വരുന്നുണ്ട്. ചാരനോ? ആ ചാമി. അയ്യോ, ഇത്രയും നാള് ഞാൻ കരുതിയതേ അവൻ നിന്റെ അപ്പന്റെ ദൂതം മാത്രാണെന്നാ. ഇപ്പഴാ എനിക്ക് മനസ്സിലായേ അവൻ തങ്കച്ചിയുടെ ദൂതം കൂടിയാണെന്ന്. അതെനിക്കും തോന്നുന്നുണ്ട്. തോന്നിയാ പോരാ. ചോദിക്കേണ്ടത് ചോദിക്കേണ്ടപ്പോ ചോദിക്കണം. അടിച്ചു പുറത്താക്കേണ്ടവനെ പുറത്താക്കണം. ഒരു കാര്യം നീ ഓർത്തു, നിനക്ക് അവകാശപ്പെട്ട സ്വത്തൊക്കെ തങ്കച്ചി എന്ന് പറയുന്ന ആ സീതാലക്ഷ്മി കൊണ്ടുപോകും. കാരണം സ്വാമി ഒപ്പിടിച്ചു കൊണ്ടുപോയ കടലാസുകളിലൊക്കെ എന്തൊക്കെയാ എഴുതി പിടിപ്പിച്ചേക്കുന്നെന്ന് ആർക്കറിയാം? എന്താ സീതാലക്ഷ്മിയുടെ പുതിയ വിശേഷം കൊണ്ട് വന്നതാണോ രാവിലെ? ഞാൻ അതിന് സീതാലക്ഷ്മിന്റെ ഏജന്റ് അല്ലല്ലോ മാഡം. ഒരാള് സാറിന് ആപത്ത് കാലത്ത് സഹായിക്കാൻ വന്നു, ഞാൻ അതിന്റെ കൂടെ നിന്നു, അത്രേ ഉള്ളൂ. ഓ, സഹായം. കുടുംബത്തിന്റെ അടിവേര് മാന്തുന്നതാണോ സ്വാമി സഹായം?